ഏപ്രിൽ മാസം 23-ാം തീയതി ക്രിസ്തുവർഷം 2025 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവവചനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. ദൈവം എനിക്ക് വ്യക്തിപരമായി നൽകുന്ന ഓരോ അവസരങ്ങൾക്കായിട്ടും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. എബ്രായ ലേഖനം 5-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്കു വേണ്ടി നിയമിക്കപ്പെടുന്നു. താനും ബലഹീനത പൂണ്ടവനാകയാൽ അറിവില്ലാത്തവരോടും വഴി തെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും ബലഹീനത നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടവനും ആകുന്നു. എന്നാൽ അഹ്റോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല. അവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതൻ ആകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തിട്ടില്ല. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരുളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ. അങ്ങനെ മറ്റൊരിടത്ത് നീ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്നു പറയുന്നു. നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ചുള്ള പഠനം നമ്മൾ തുടരുമ്പോൾ ആത്മീയ പഠനത്തിലെ പൗരോഹിത്യം, പ്രാർത്ഥന എന്നുള്ള വിഷയങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ വളരെ ഗഹനമായ ദൈവിക സത്യങ്ങളാകിയാൽ നമ്മളെ അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം, വിശ്വസിക്കാൻ തക്കവണ്ണം, അത് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനപ്പെടുത്തുവാൻ തക്കവണ്ണം, ആ ജീവിതം നമ്മൾ തുടരാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ സഹായിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. മഹത്വമുള്ള സ്വർഗീയ പിതാവേ, നന്ദിയും സ്തുതിയും മഹത്വം അവിടത്തേക്ക് അർപ്പിക്കുന്നു. അവിടുന്ന് പുത്രനെ നൽകി സ്നേഹിച്ചു. പുത്രൻ ഞങ്ങൾക്ക് വേണ്ടി പാപപരിഹാര യാഗമായി തീർന്നു. അതുകൊണ്ട് അവിടുത്തെ പദ്ധതിയുടെ കേന്ദ്രബിന്ദുവായ കർത്താവായ യേശു ക്രിസ്തുവിനായിട്ട്, അവൻ്റെ കാൽവഴി മരണത്തിനായിട്ട്, പാപപരിഹാര ബലിക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുത്തെ വചനത്തിൽ നിന്ന് ഞങ്ങൾ പഠിക്കുമ്പോൾ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. നാം കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട കേന്ദ്ര വിഷയം, നമ്മുടെ ജീവിതത്തെ സ്പർശിക്കേണ്ടതും നമ്മൾ തീരുമാനമെടുക്കേണ്ട ഏറ്റവും പരമപ്രധാനമായ മനുഷ്യ ജീവിതത്തിലെ ഒരു തീരുമാനമാണ് നാം എല്ലാത്തിനെയും വിട്ട്, വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തെങ്കിലേക്കും എല്ലാ പാപപരിഹാരങ്ങളെയും വിട്ട് യേശു ക്രിസ്തുവിൻ്റെ പാപപരിഹാരത്തിലും വിശ്വസിക്കുക എന്നുള്ളത്. ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് നാം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ദൈവം തൻ്റെ പുത്രനിൽ നമുക്ക് വെച്ചിരിക്കുന്ന സകല ആത്മീയ അനുഗ്രഹങ്ങളും ഇപ്പോഴും നിത്യമായിട്ടുള്ളതും നമുക്ക് ലഭിക്കുകയാണ്. ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അതിനായിട്ട് ആദ്യമായി നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത് നാം വീണ്ടും ജനിക്കണം. വീണ്ടും ജനിക്കുന്നതോടുകൂടി പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തുകയും അവനിൽ നാം ജീവിക്കുകയും അവനാൽ പഠിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ആ ജീവിതമാണ് ആത്മീയ ജീവിതം, അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം എന്ന് തിരുവചനം പറയുന്നത്. എന്നാൽ മതങ്ങളും സംഘടനകളും പഠിപ്പിക്കുന്നത് ഇപ്രകാരമല്ല. അതുകൊണ്ട് നാം ഈ ദൈവവചനത്തിലേക്ക് തിരിയുക എന്നുള്ളതും പരമപ്രധാനമായ ഒരു വിഷയം തന്നെയാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മുടെ പഠനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാത്ര, അതിൻ്റെ തോത് എന്താണ്, എങ്ങനെയായിരിക്കും ഒരു വ്യക്തി
വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞ് യേശുക്രിസ്തുവിലെ കാൽവരി മരണത്തിലും അവൻ്റെ പുനരുദ്ധാരത്തിലും വിശ്വസിച്ച് ദൈവമകനായി വീണ്ടും ജനിച്ചവനായി നീതീകരിക്കപ്പെട്ടവനായി ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചവനായിട്ട് എപ്രകാരം അവൻ ജീവിക്കും എന്നുള്ളത് വളരെ വിഷയമായിട്ടുള്ള കാര്യമാണ്. ദൈവം അത് ആഗ്രഹിക്കുകയും ആ അനുസരണം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. നമ്മളെ രക്ഷിച്ചത് സൽപ്രവൃത്തികൾക്ക് വേണ്ടിയാണ്. അപ്പോൾ സൽപ്രവൃത്തികൾ എപ്രകാരം ഇരിക്കുമെന്നുള്ളത് ഇന്നത്തെ മതങ്ങളിലും സംഘടനകളിലും പഠിപ്പിക്കാത്ത ഒരു വിഷയമാണ്. എന്നാൽ തിരുവചനം പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: നാം തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും അത് ദൈവമഹത്വത്തിനായി ചെയ്യണം. രണ്ടാമതായിട്ട്, നമുക്ക് വേണ്ടി ഒരുവന് മരിച്ചിരിക്കെ നമുക്ക് പകരക്കാരനായ ഒരു പാപപരിഹാര ബലി നടത്തി നമുക്ക് പാപപരിഹാരം അവൻ്റെ മരണത്താൽ നടത്തിയ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നാം ജീവിക്കണം എന്നുള്ളത്. ഒരുവൻ നമുക്ക് വേണ്ടി മരിച്ചിരിക്കുക, എല്ലാവരും മരിച്ചുവെന്നും അതിന് ജീവിച്ചിരിക്കുന്നവർ നമുക്ക് വേണ്ടി മരിച്ചവന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ തോത്. മൂന്നാമതായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഒന്നാമതായിട്ട് നമ്മുടെ സ്ഥാനമാനങ്ങളിൽ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്, സാത്താൻ്റെ അടിമത്തത്തിൽ നിന്ന് യേശു ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക്, നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക്, അശുദ്ധനായ ജീവിച്ചതിൽ നിന്ന് വിശുദ്ധനായ ജീവിതത്തിലേക്ക്, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് സംഭവിക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കാൻ തക്കവണ്ണം നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ സ്ഥാനം എന്ത്, നമ്മുടെ മാറ്റം എന്ത്, ദൈവം നമ്മളിൽ എന്ത് ആഗ്രഹിക്കുന്നു, എന്തുകൊണ്ട് രക്ഷിച്ചു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. അതാണ് തിരുവചന പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു ദിവസം കൊണ്ട് നടക്കുന്നൊരു കാര്യമില്ല. നാം സാധാരണ പറയാറുള്ളത് പോലെ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ പുത്രനിൽ നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അത് വിശ്വസിക്കുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെടുന്നു. നമ്മുടെ രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുപോലെ തന്നെ ആ മാത്രം മുതൽ നമ്മൾ ക്രൈസ്തവ ജീവിതം ആരംഭിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ലഭിച്ച് പരിശുദ്ധാത്മാവിൽ നാം ജീവിക്കുമ്പോൾ അത് ആത്മീയ ജീവിതമായി നമ്മൾ കണക്കാക്കുമ്പോൾ ആ ജീവിതത്തിനും നമുക്ക് രക്ഷിക്കാൻ കർത്താവ് എന്ത് ചെയ്തു, ആ കർത്താവ് തന്നെ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്, ആത്മീയ ജീവിതത്തിന് തൻ്റെ കൃപ നമുക്ക് ആവശ്യമാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ നിൻ്റെ കൃപ മതി, യേശുക്രിസ്തുവിൻ്റെ കൃപ മതി. ആ കൃപ നമുക്ക് ലഭിക്കുന്നത്, ആ കൃപയിലേക്കുള്ള പ്രവേശനം നമുക്ക് കർത്താവിൽ വിശ്വസിക്കുമ്പോൾ ലഭിക്കുന്നത്. അങ്ങനെ നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കണം. ഇത് ആരംഭിക്കാത്ത മതങ്ങളും മതസംഘടനകളും, നാമധേയ ക്രിസ്ത്യാനികളാണ്, അവരെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ദൈവമുണ്ട്, ക്രിസ്തുവുണ്ട്, ദൈവവചനമുണ്ട്. പക്ഷേ അതെല്ലാം അവരുടെ സൗകര്യത്തിന് വേണ്ടി, അവരുടെ മേന്മയ്ക്ക് വേണ്ടി, അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ വേണ്ടി, അവരുടെ സ്ഥാനമാനങ്ങൾ, പ്രതാപം അത് നിലനിർത്താൻ വേണ്ടിയുള്ള വ്യാജമായിട്ടുള്ള തെറ്റായിട്ടുള്ള ട്രാൻസ്ലേഷൻസും എല്ലാം വഴി അവർ മനുഷ്യരെ ശിഷ്യത്വത്തിന് പകരമായിട്ട് അടിമകളാക്കി തീർത്തിരിക്കുകയാണ്. ഇത് അപലപനീയവും അത് വളരെ നിരാശകരവുമായ ഒരു കാര്യമാണ് എന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കും. അതുകൊണ്ട് നാം തിരുവചനത്തിലേക്ക് തിരിയണം, തിരുവചനത്തിൻ്റെ അധികാരത്തിലേക്ക് വരണം. അതായിരിക്കണം നമ്മളുടെ മാനദണ്ഡം. ആ മാനദണ്ഡം അനുസരിച്ചുള്ള വിശ്വാസവും വിശ്വാസ രീതിയും ആയിരിക്കണം എന്നുള്ളത് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മാനദണ്ഡമില്ലാത്ത ജീവിതം, അതിനാണ് നമ്മൾ ലിബറലിസം എന്നൊക്കെ പറയുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് ജീവിക്കാം. അത് തീർച്ചയായിട്ടും നമുക്കൊരു സൃഷ്ടാവ് ഉള്ളിടത്തോളം കാലം അത് അസാധ്യമാണ്. കാരണം ഈ സൃഷ്ടാവ് നമ്മളെ സൃഷ്ടിച്ചത് തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സദൃശ്യത്തിലും സൃഷ്ടിച്ചത് നാം അവനോടുകൂടി വസിക്കാൻ തന്നെ. എന്നാൽ പാപം നിമിത്തം നമുക്ക് പ്രയാസങ്ങൾ വന്നു, കഷ്ടങ്ങൾ വന്നു, നിരാശകൾ വന്നു, ശാപങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു, മരണം നമ്മളിലേക്ക് കടന്നു. ഇതിനെല്ലാം പരിഹാരം കർത്താവായ യേശുക്രിസ്തു. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിൽ നാം നമ്മുടെ രക്ഷ സുരക്ഷിതമാക്കുകയും അവനിൽ തന്നെ നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് പരിഗണിക്കാൻ പോകുന്നത്. ഒന്ന്, ക്രിസ്തു ആരാണ്?
ക്രിസ്തു ഇപ്പോൾ കാൽവരിയിൽ എന്ത് നമുക്ക് വേണ്ടി ചെയ്തു എന്നുള്ളത്. ഇത് മൗലികമായ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നമ്മൾ എബ്രായ ലേഖനത്തിൽ നിന്നൊക്കെ പരിശോധിക്കുമ്പോൾ ഇതിന് നമുക്ക് ഒരുപാട് ഉത്തരങ്ങളുണ്ട്. വാസ്തവമായിട്ട് യേശുക്രിസ്തു ആരാണ്? നാമധേയ ക്രൈസ്തവർ നമുക്ക് പ്രധാനമായിട്ടും രണ്ട് വിഭാഗങ്ങളാണ്, കത്തോലിക്ക, ഓർത്തഡോക്സ്. ഇവർ രണ്ടും വിശ്വസിക്കുന്ന ഒരേ ദൈവത്തിലാണോ, ഓരോ ക്രിസ്തുവിലാണോ, ഒരേ രക്ഷയാണോ? അല്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ അതുകൊണ്ട് ശരിയായിട്ടുള്ള രക്ഷകൻ ആര്, ക്രിസ്തു ആര്, നമുക്ക് എന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തിരുവചനത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ മാനദണ്ഡമാണത്. ആ മാനദണ്ഡം നമ്മൾ വായിച്ച് പഠിച്ച് അത് വിശ്വസിച്ച് നമുക്കൊരു മാറ്റമുണ്ടാകേണ്ടത് വളരെ പരമപ്രധാനമായ ആവശ്യമാണ്. അത് മാത്രമല്ല, ഇത് വ്യക്തിപരമായിട്ട് നമ്മുടെ നിത്യത തീരുമാനിക്കുന്ന, സ്വർഗമാണോ നരകമാണോ എന്ന് തീരുമാനിക്കുന്ന ഒരു തീരുമാനം കൂടി ആയിരിക്കും. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ ശരിയായി മനസ്സിലാക്കി, യേശുക്രിസ്തു ആയിരിക്കുന്നത് പോലെ മനസ്സിലാക്കി, നമ്മുടെ ഇഷ്ടപ്രകാരമല്ല, ദൈവം തൻ്റെ പുത്രനെക്കുറിച്ച്, ദൈവം ആരെന്നും തൻ്റെ പുത്രൻ ആരെന്നും വെളിപ്പെടുത്തിയ സത്യങ്ങൾ, അതാണ് കർത്താവ് യേശുക്രിസ്തുവിനെ നിർവചിക്കുന്നത്. ആ കർത്താവ് യേശുക്രിസ്തുവിനെ ശരിയായി മനസ്സിലാക്കി, അവനായിരിക്കുന്നത് പോലെ മനസ്സിലാക്കി, യേശുക്രിസ്തുവിനെ വിശ്വസിച്ചുള്ള ജീവിതമാണ് ക്രൈസ്തവ ജീവിതം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ കർത്താവിൻ്റെ വാഗ്ദാനപ്രകാരം നമുക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നു. അത് നമ്മുടെ കൂടെ വസിക്കുന്നു, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു, നമ്മളെ മുദ്രയിടുന്നു, നമ്മളെ നിറയ്ക്കുന്നു. ഈ പരമസത്യങ്ങൾ, ഈ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്, അവൻ ആരാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായിട്ട്, രക്ഷയ്ക്കായും ആത്മീയ ജീവിതത്തിനായും വേണ്ട ഏക വ്യക്തി യേശുക്രിസ്തുവാണ്. രക്ഷയ്ക്കായും ആത്മീയ ജീവിതത്തിനായും വേറൊരു വ്യക്തിയെ വേദപുസ്തകത്തിൽ നമുക്ക് നൽകുന്നില്ല. അത് സഭയ്ക്കോ, സഭ ആകുന്ന സംഘടനകൾക്കോ, അതിൻ്റെ മേധാവികൾക്കോ, അത് പൗരസ്ത്യമായിക്കോട്ടെ പാശ്ചാത്യമായിക്കോട്ടെ, അത് അന്ത്യോക്യയിൽ നിന്ന് ആരംഭിക്കുകയോ റോമിൽ നിന്ന് ആരംഭിക്കുകയോ ചെയ്തോട്ടെ, അതല്ല വിഷയം. ഇതൊന്നും തന്നെ ഈ രക്ഷയ്ക്കായി ഉള്ള ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇവരാരുമല്ല നമ്മളുടെ രക്ഷയും ആത്മീയ ജീവിതവും നിർവചിക്കുന്നത്. അത് ബൈബിളാണ്, അത് ബൈബിളിൽ ക്രിസ്തുവാണ്, പരിശുദ്ധാത്മാവാണ് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ട ആവശ്യമാണ്. അതുകൊണ്ട് രക്ഷയ്ക്കായും ആത്മീയ ജീവിതത്തിനായും വേണ്ട ഏക വ്യക്തി യേശു ക്രിസ്തുവാണ്. മതസംഘടനകളുടെ നേതൃത്വമല്ല, നേതാക്കളല്ല, അവരുടെ ശിങ്കടികളല്ല നമ്മളുടെ രക്ഷകൻ. നമുക്ക് വേണ്ടി മരിച്ചത് കർത്താവ് യേശു ക്രിസ്തുവാണ്. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഏക വ്യക്തി കർത്താവ് യേശു ക്രിസ്തു. ഇവനാണ് നമ്മുടെ രക്ഷകൻ, ഇവനാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭകൻ. ഇവനിലാണ് നാം ജീവിക്കേണ്ടത്. യേശു ക്രിസ്തു രക്ഷയ്ക്കായി ഏക പാപ പരിഹാരം അത് യേശു ക്രിസ്തു കാൽവരി യാഗമായി നടത്തി. നമുക്കിവിടെ ആര് മരിച്ചിട്ടുണ്ട്? ഏക വ്യക്തിയാണത്. നമുക്കിവിടെ പാപ പരിഹാരയാഗം നടത്തിയ ഏക വ്യക്തി അത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. അത് വേദപുസ്തകം നിർവചിക്കുന്ന വ്യക്തിയും വേദപുസ്തകം നിർവചിക്കുന്ന പാപ പരിഹാര യാഗവും, ഇവനിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. യേശു ക്രിസ്തു എന്ന വ്യക്തിയും പാപപരിഹാര യാഗത്തിലും വിശ്വസിക്കുന്നത് വഴി വിശ്വസിക്കുന്നവർ ഓഹരിക്കാരാകുകയാണ്, നമ്മൾ പങ്കാളികളാകുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള മേന്മയല്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. തീർച്ചയായിട്ടും അനുസരണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ്. എന്നാൽ അതെല്ലാം സാധ്യമാകുന്നത് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവുള്ള ഓഹരി നിമിത്തമാണ്, പങ്കാളിത്ത നിമിത്തമാണ്. ഷെയറിങ്, പാർട്ട്ണർഷിപ്പ് എന്നെല്ലാം പറയും ഇംഗ്ലീഷിൽ. അപ്പം അതുകൊണ്ട് യേശുക്രിസ്തു എന്ന വ്യക്തിയും പാപപരിഹാരത്തിലും വിശ്വാസം വഴി വിശ്വസിക്കുന്നവർ ഓഹരിക്കാരാകുന്നു, പങ്കാളികളാകുന്നു. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-14 വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ രണ്ട് ഭാഗങ്ങളിലും നമുക്ക് ഈ ഓഹരി എന്നുള്ള വിഷയവും നമ്മൾ പങ്കാളികളാണ് എന്നുള്ള ഒരു കാര്യവും നമുക്ക് തിരുവചനത്തിൽ നിന്ന് അറിയാൻ കഴിയും. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ഈ പങ്കാളിത്തവും ഓഹരിയുമാണ് നമുക്ക് യേശുക്രിസ്തു ആരാണോ
അവൻ കാൽവരി ക്രൂശിൽ നമുക്ക് മരിച്ചതിൻ്റെ അടിസ്ഥാനം, നമ്മളെ വിശ്വാസതല സ്വീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സ്ഥാനമാനങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങൾ, അതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആകത്തുക. ആ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. പഴയ മനുഷ്യനല്ല, പുതിയ മനുഷ്യനായിട്ട് ജീവിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് എബ്രായർ 3-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാണ് നാം. സുവിശേഷത്താൽ ദൈവം നമ്മളെ വിളിക്കുമ്പോൾ, അത് ചിലപ്പോൾ വിൻസെൻ്റ് തോമസ് എന്നൊരു വിഡ്ഢിയിലൂടെ ആയിരിക്കാം, പലരുടെയും ബൈബിൾ ചർച്ച് എന്ന പ്രാദേശിക സഭയുടെ ശുശ്രൂഷകളിലാകാം, വേറെ ഏതൊക്കെ മാർഗങ്ങൾ ദൈവം ഉപയോഗിക്കുന്നു. എന്നാൽ സുവിശേഷം കേട്ട് നാം ആ സ്വർഗീയ വിളിക്ക് യെസ് പറയുമ്പോൾ, അത് വിശ്വസിക്കുമ്പോൾ, അവരെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ വിളിക്ക് ഓഹരിക്കാരുള്ളവരാണ്, നമ്മൾ ഓഹരി ഉള്ളവരായി തീരുകയാണ്. നാം സ്വീകരിച്ച് പറയുന്ന അപ്പസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുവിൻ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അവൻ ശ്രദ്ധിച്ച് നോക്കണം, ഇവൻ ആരാണ്. കാരണം ഇന്ന് മതങ്ങളും നാമധേയ ക്രൈസ്തവരും അവരുടെ സംഘടനകളും പഠിപ്പിക്കുന്നത് ഈ യേശു ക്രിസ്തുവിനെ അല്ല എന്നുള്ളത് ഓർത്തിരിക്കേണ്ട വിഷയമാണ്. ഒരു ക്രിസ്തുവേ ഉള്ളൂ, ഒരു ദൈവം, ഒരു ക്രിസ്തു, ഒരു രക്ഷ. ഇതാരാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ എബ്രായ ലേഖനം 1-ാം വാക്യത്തിലും അതിൻ്റെ 14-ാം വാക്യത്തിലും നമുക്ക് അവിടെ 14-ാം വാക്യത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് പങ്കാളികൾ എന്നുള്ള വിഷയമാണ്. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. അപ്പോൾ ഈ യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിലും അവൻ്റെ പാപപരിഹാര ബലിയിലും നമ്മൾ ഓഹരിക്കാരും പങ്കാളികളുമായി തീരുകയാണ്. അതുകൊണ്ടാണ് ആ ഒരു ഓഹരിയും ആ ഒരു കൂട്ടായ്മയും ആ ഒരു ബന്ധവും എല്ലാം നമുക്ക് യേശു ക്രിസ്തുവിലെ വിശ്വാസം വഴി നമുക്ക് ലഭിക്കുകയാണ്. അപ്പോൾ ഒന്നാമതായിട്ട് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ യോഗ്യതയല്ല, ഇത് ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ യോഗ്യതയിലും അവൻ്റെ പാപപരിഹാര ബലിയിലും അവൻ്റെ കഴിവിലുമാണ് നമ്മുടെ രക്ഷയും ആത്മീയജീവവും നിലനിൽക്കുന്നത് എന്ന് നാം ആദ്യമായി മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായിട്ട് യേശു ക്രിസ്തുവിൻ്റെ മഹാപുരോഹിതത്വത്തിലും വിശ്വാസികൾക്ക് ഓഹരി ലഭിക്കുന്നു. നമ്മൾ എന്തുകൊണ്ട് വിശ്വാസികൾ പുരോഹിതന്മാരാണ്, ദൈവം നമുക്ക് സഭയ്ക്ക് നൽകിയിരിക്കുന്ന ശുശ്രൂഷകൾ ചെയ്യുവാൻ തക്കവണ്ണം നമ്മൾ എന്തുകൊണ്ട് പ്രാപ്തരാകുന്നു? നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ മഹാപുരോഹിതത്വത്തിലുള്ള ഓഹരിയും പങ്കാളിത്തവുമാണ്, അല്ലാണ്ട് നമ്മുടെ മേന്മയല്ല. അതുകൊണ്ടാണ് നാം രാജകീയ പുരോഹിത വർഗം എന്ന് നമ്മളെ സംബോധന ചെയ്യുന്നത്. എന്നാൽ ഇന്ന് രാജകീയ പുരോഹിത വർഗം ആരാണ് എന്ന് ഈ നാളുകളിൽ നാം TV കണ്ടാൽ അറിയാം. സാധാരണക്കാരനും മഹാപുരോഹിതന്മാരും രാജാക്കന്മാരും. ഇതൊന്നും ക്രിസ്തീയമല്ല എന്ന് നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. പങ്കാളിത്തമാണ് വിശ്വാസികളുടെ പൗരോഹിത്യത്തിന് കാരണം. നമ്മൾ എന്തുകൊണ്ട് പുരോഹിതന്മാരാകുന്നു? വി ഷെയർ, വി ആർ പാർട്ട്നേഴ്സ്. നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളിൽ അത് എനിക്ക് വേണ്ടിയാണ്, ലോകത്തിന് വേണ്ടിയാണ്. പാപപരിഹാരം നടത്തിയ ക്രിസ്തു യേശുവിലുള്ള അവൻ്റെ കാൽവരി മരണവും പുനരുത്ഥാനത്തിലുള്ള പങ്കാളിത്തം, ഓഹരി, ആ ഓഹരിയാണ് നമ്മളെ പുരോഹിതന്മാരാക്കി തീർക്കുന്നത്. 1 പത്രോസ് 2:9 വെളിപാട് പുസ്തകത്തിന് 1:6 ഇത് ശക്തമായ ഉപദേശമാണ്. നാം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വീണ്ടും ജനിക്കുകയും നീതീകരിക്കപ്പെടുകയും നിരപ്പ് പ്രാപിക്കുകയും ദൈവമായിട്ട് കൂട്ടായ്മയും നമ്മുടെ നിത്യമായിട്ട് തീരുമാനിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നാം പുരോഹിതന്മാരാണ് എന്നുള്ളതിന് 2 പ്രധാനപ്പെട്ട, വേറെ വാക്യങ്ങൾ ഒരുപാടുണ്ടെങ്കിലും അതിൻ്റെ ഏറ്റവും ശക്തമായ 2 വാക്യങ്ങളാണ്. 1 പത്രോസ് അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. ഇപ്രകാരമാണ് വായിക്കുന്നത്: നിങ്ങളോ ഇത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച, മിക്കവാറും തന്നെ അപ്പസ്തോലനായ പത്രോസിൻ്റെ സുവിശേഷീകരണത്തിൽ വിശ്വസിച്ചവർ. കാരണം പത്രോസിനെ ദൈവം യേശു ക്രിസ്തു ഏൽപ്പിച്ചത് യഹൂദന്മാരുടെ ഇടയിലുള്ള സുവിശേഷകനായിട്ടാണ്, അപ്പസ്തോലനായിട്ടാണ്. എന്നാൽ ജാതികളുടെ ഇടയിലേക്ക് ദൈവം പറഞ്ഞയച്ചത്
പൗലോസിനെയാണ്, അപ്പസ്തലനായ പൗലോസിനെയാണ്. എന്ന് വെച്ച് രണ്ടുപേരും ജാതികളിലും, പത്രോസ് ജാതികളുടെ ഇടയിലും, പൗലോസ് യഹൂദന്മാരുടെ ഇടയിലും തീർച്ചയായിട്ടും അവർ സുവിശേഷീകരണം ചെയ്തു. എന്നാൽ പ്രധാനമായിട്ടും അവരുടെ നിയോഗം അപ്രകാരം ആയിരുന്നു. 1 Petrus 2:9 എഴുതിയിരിക്കുകയാണ്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. ഇതാണ് നമ്മളുടെ യോഗ്യത. നമ്മുടെ സ്ഥാനമാനം വന്നിരിക്കുകയാണ്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത വെളിച്ചത്തിലേക്ക്. ഇതുവരെ ബൈബിള് തുറന്നു നോക്കാത്ത ഒരുപാട് നാമധേയ ക്രിസ്ത്യവരുണ്ട്. ഇതുവരെ ഒരു കാര്യം, ദൈവം ആര്, ക്രിസ്തു ആര്, പാപമെന്ത്, പാപത്തിൻ്റെ പരിഹാരമെന്ത്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, പരിശുദ്ധാത്മാവ് ആര് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു കിൻഡർ ഗാർഡൻ്റെ പോലും അറിവില്ലാത്ത പാരമ്പര്യങ്ങൾ പിൻപറ്റുന്ന ഒരുപാട് ജനങ്ങൾ, ഏകദേശം 200 കോടി ജനങ്ങൾ എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും. പൗരസ്ത്യ പാശ്ചാത്യ സഭകളെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 200 കോടിയോളം ഇങ്ങനെയുള്ള ജനമാണ്. അവർ വേദപുസ്തകം തിരുവചനത്തിൻ്റെ അധികാരത്തിന് കീഴിലല്ല എന്നുള്ളതാണ് അതിൻ്റെ ശോചനീയമായ വിഷയം. ഇതാണ് ഒന്നാമത്തെ വാക്യം, നമ്മുടെ പൗരോഹിത്യത്തിൻ്റെ ഒരു പ്രധാന വാക്യം. അതുപോലെ തന്നെ വെളിപാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യവും, നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായ അവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ഇതിൻ്റെ വെളിപ്പാടാണത്. യോഹന്നാന് കൊടുക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ അവനെ വെളിപ്പെടുന്ന ആ വസ്ത്രധാരണം നോക്കി തന്നെ ഒരു മഹാപുരോഹിതൻ്റെ വസ്ത്രധാരണമാണ്. ആ കർത്താവായ യേശു ക്രിസ്തു അപ്പസ്തലനോട് പറയുകയാണ്, നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടിവെച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും ആമേൻ. അപ്പം അങ്ങനെ നമ്മുടെ പൗരോഹിത്യം എന്നുള്ളത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ അത് പരമപ്രധാനമായ ഒരു വിഷയമാണ്. എന്തുകൊണ്ട് ഞാൻ വിൻസെൻ്റ് തോമസ് ബൈബിൾ ചർച്ച് എന്നുള്ള ആ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പ്രസംഗിക്കുന്നു, ഇങ്ങനെ പഠിപ്പിക്കുന്നു? അതെൻ്റെ പൗരോഹിത്യമാണത്. പുരോഹിതന്മാർ പഠിപ്പിക്കണം, പഠിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യേണ്ടത് ഉത്തരവാദിത്തമാണ്. പഴയ നിയമത്തിലെ പ്രകാരമാണ്. പുരോഹിതന്മാരെക്കുറിച്ച് നമുക്ക് അപ്രകാരമാണ് അറിയാം. നമ്മൾ എബ്രായ ലേഖനം 5-ാം അധ്യായമൊക്കെ ഒന്ന് പരിശോധിച്ചാൽ അവിടെ നമുക്കറിയാം, അതിൻ്റെ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വേദഭാഗമാണത്. മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും അത് മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന വ്യക്തിയാണ് മഹാപുരോഹിതൻ. ഞാനൊരു മനുഷ്യനായതുകൊണ്ടാണ് എനിക്ക് പൗരോഹിത്യം ലഭിച്ചത്. അത് കർത്താവ് യേശു ക്രിസ്തുവിലുള്ള ഓഹരിയാണ്, പങ്കാളിയാണെന്ന് ഓർത്തിൽ കൂടി ഞാൻ ഏറ്റുപറയാൻ ആഗ്രഹിക്കുകയാണ്. മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായിട്ട് വഴിപാടും യാഗങ്ങളും അർപ്പിപ്പാൻ ദൈവിക കാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. പുരോഹിതൻ്റെ ഉത്തരവാദിത്വം എന്താണ്? അവൻ ദൈവിക കാര്യങ്ങളിൽ പ്രധാനമായിട്ടും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവിക കാര്യത്തിൽ മനുഷ്യന് വേണ്ടി നിയമിക്കപ്പെടുന്നു. അതാണ് പുരോഹിതനെ സംബന്ധിച്ച് വേദോത്സവം പറയുന്നത്. ഇതൊരു സംഘടനയോ ഒരു സംഘടിതമായി കുറേ പേര് ചേർന്ന് കുറേ പേരെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുന്നത് തീർച്ചയായിട്ടും അത് ദൈവികമല്ല, തിരുവചനപ്രകാരമല്ല. പൗലോസ് അപ്പസ്തോലൻ തൻ്റെ അപ്പസ്തോലിക സ്ഥാനത്തെക്കുറിച്ചും നിയോഗത്തെക്കുറിച്ചും പറയുമ്പോൾ പറയുന്നുണ്ട്, നോട്ട് ബൈ മാൻ ഓർ മെൻ ബട്ട് ബൈ ക്രൈസ്റ്റ് ആൻഡ് ഗോഡ് ഹിംസെൽഫ്. അതാണ് അദ്ദേഹത്തിൻ്റെ അപ്പസ്തോലിക സ്ഥാനത്തിൻ്റെ മാന്യത, അതാണ് അതിൻ്റെ നിയോഗം, അതിൻ്റെ സ്ഥാനത്തിൻ്റെ പ്രത്യേകത അതാണ്. ഒരു അധികാരമോടെയാണ് ഇരിക്കുന്നത്, അല്ലാതെ സംഘടനയായിട്ട് ചേർന്ന് കുറേ വ്യക്തികൾ ചേർന്ന് ഒരാളെ വസ്ത്രധാരണം ധരിപ്പിച്ച് കൈവച്ചുകൊണ്ടൊന്നും അവർക്ക് ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ളത് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് നമുക്ക് കർത്താവ് യേശു ക്രിസ്തുവിലുള്ള പൗരോഹിത്യത്തിൻ്റെ 2 വാക്യങ്ങൾ നമ്മൾ വായിച്ചു. ആദ്യമായി യേശു എന്ന വ്യക്തി ആരാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. ഈ വ്യക്തി ആരാണ്? തിരുവചനപ്രകാരം നാം വിശ്വസിക്കുന്ന നമ്മുടെ പാപപരിഹാരകനായ കർത്താവ് യേശു ക്രിസ്തു ആരാണ് എന്നുള്ളത്. ഒന്നാമതായിട്ട് അവൻ ദൈവപുത്രനാണ്. അവൻ പൂർണ്ണ ദൈവമാണ്. നമ്മൾ ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. 1 God 3 persons. അതിൽ രണ്ടാമനായ പുത്രനാണ് ഈ യേശു ക്രിസ്തു. അതുകൊണ്ട് അവൻ ആദ്യമായിട്ട് അവൻ ദൈവപുത്രൻ, അവൻ പൂർണ്ണ ദൈവമാണ്. മനുഷ്യപുത്രനാണ്, അതുകൊണ്ട് പൂർണ്ണ മനുഷ്യനുമാണ്. ഈ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും അത് സംയോജിച്ച് മറിയയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഒരു ശിശു ജനിക്കുകയാണ്, ഒരാൺകുഞ്ഞ് ജനിക്കുകയാണ്. അതാണ് കർത്താവായ യേശു ക്രിസ്തു. ഇത് അത്ഭുതകരമായ നമ്മുടെ രക്ഷ പോലെ തന്നെ, നമ്മുടെ ആത്മീയ ജീവിതം പോലെ തന്നെ അത്ഭുതകരമായ ഒരു കാര്യമാണ് യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം. അതുമാത്രമല്ല, ജഡപ്രകാരം ദാവീദിൻ്റെ സന്തതിയാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ജഡപ്രകാരം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ ജീവിച്ചിരുന്ന സമയത്തിൽ കണ്ടാൽ ഒരു അസൽ യഹൂദനായിരുന്നു. ജൂത ഗ്രഹത്തിൽ ജനിച്ച ഒരു വ്യക്തി എങ്ങനെയിരിക്കുമോ ആ രൂപത്തിലായിരുന്നു കർത്താവ്. ജഡപ്രകാരം അവൻ ദാവീദിൻ്റെ സന്തതി. അതുപോലെ തന്നെ എബ്രായ ലേഖനമാണ് നമ്മൾ പ്രധാനമായിട്ട് ഇന്ന് വായിക്കാൻ പോകുന്നത്. അതിൽ 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ കർത്താവ് യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകൾ ഞാൻ ഇവിടെ വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. വിശദീകരിക്കുന്നവനും വിശദീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു സാക്ഷാൽ മനുഷ്യനായിരുന്നു. പെർഫെക്റ്റ് മാൻ. ദാറ്റ് ഈസ് വാട്ട് ക്രൈസ്റ്റ് ഈസ്. കാരണം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എല്ലാവർക്കും ഒരു പിതാവാണ്, പിതാവായ ദൈവം. ഓൺലി വൺ ഈസ് ആ സോഴ്സ് ഓഫ് അവർ ബർത്ത്. അതുകൊണ്ട് നമ്മൾ സഹോദരന്മാരാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു സഹോദരനായിട്ടാണ് ജനിച്ചത്, ഒരു മനുഷ്യനായിട്ട് ജനിച്ച്. പക്ഷേ അവൻ നമ്മുടെ പാപപരിഹാരകനാണ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. 2-ാം അധ്യായം എബ്രായ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവൻ്റെ മരണഭീതി അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. അപ്പോൾ അതുകൊണ്ട് ജഡരക്തങ്ങളോട് കൂടിയ നമ്മളെപ്പോലെയുള്ള ഒരു വ്യക്തിയായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. ഇന്ന് പല പൗരസ്ത്യ സഭകളിലും അവർ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രക്തം സ്പെഷ്യൽ രക്തമാണ്, അതുകൊണ്ട് ആ രക്തമാണ് നാം ചിന്ത ചെയ്ത് അതിൻ്റെ വാല്യൂ ആണ് നമ്മുടെ പാപപരിഹാരം എന്നൊക്കെ പഠിപ്പിക്കുന്ന ദുരുപദേശങ്ങളുണ്ട്. അതുകൊണ്ട് വാസ്തവമായിട്ട് എന്തുകൊണ്ട് ജഡരക്തങ്ങളോട് കൂടിയവനായിട്ട് ജനിക്കേണ്ടി വന്നു? അവൻ സാക്ഷാൽ മനുഷ്യനായി ജനിച്ചതുകൊണ്ടാണ്. ഈ ലുക്ഡ് പെർഫെക്റ്റ്ലി ലൈക്ക് എ ജൂ. അതിൻ്റെ ജഡരക്തങ്ങളോട് കൂടിയവനായി ജനിച്ചു. അതുപോലെ തന്നെ 2-ാം അധ്യായത്തിൻ്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സകലത്തെയും തൻ്റെ സഹോദരന്മാർ സദൃശനായി പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചു, അതുകൊണ്ട് സഹായിക്കാൻ കഴിവുള്ളവനാണ്. എന്ന് പറഞ്ഞാൽ നാം ഇന്ന് കടന്നു പോകുന്ന നമ്മുടെ ആത്മീയ ജീവിതത്തിലെ പോരാട്ടങ്ങൾ, പരീക്ഷകൾ, കഷ്ടങ്ങൾ, ഇതെല്ലാത്തിലും നമ്മളെ സഹായിക്കാൻ തക്കവണ്ണം കർത്താവ് യേശു ക്രിസ്തു പ്രാപ്തനാണ്, കഴിവുള്ളവനാണ്, അതിന് സമ്മതമുള്ളവനാണ്. കാരണം എന്താണ്? അവൻ ഇതിൽ കടന്നു പോയവനാണ്. അതാണ് അവൻ 17-ഉം 18-ഉം വാക്യങ്ങൾ. അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ ആകുന്നു. നമ്മുടെ കർത്താവിനെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം. നമ്മൾ കടന്നു പോകുന്ന ക്രിസ്തീയ ജീവിതത്തിലെ പോരാട്ടങ്ങൾ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് ദുരുപദേശങ്ങൾ തേങ്ങി മനുഷ്യനെ വഞ്ചിക്കുന്ന കാലഘട്ടത്തിൽ നാം തിരുവചനത്തിലേക്ക് തിരിഞ്ഞ്, അത് സത്യമാണത്. പരിഭാഷകൾ പലതുണ്ട്, പരിഭാഷകളിൽ അതും വിഷയമായിട്ട് പഠിക്കേണ്ട വിഷയമാണ്. എങ്കിലും തിരുവചനത്തിലേക്ക് നാം കടന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന വേദപുസ്തകം
ഇംഗ്ലീഷിലായിക്കോട്ടെ മലയാളത്തിലായിക്കോട്ടെ, അത് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഉണർവ് നമ്മുടെ ജീവിതത്തിലുണ്ടാകേണ്ടത് ആവശ്യമാണ്. അങ്ങനെ 2-ാം അധ്യായത്തിൻ്റെ 17-18 സകലത്തിന് സഹോദരന്മാർ സദൃശനായ പരീക്ഷിതനായ കഷ്ടമായി സഹായിപ്പാൻ കഴിവുള്ളവനാണ്. 4-ാം അധ്യായത്തിൻ്റെ 14-16 വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 4-ാം അധ്യായം അതിൻ്റെ 14-16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പ്രകാരമാണ് വായിക്കുന്നത്. ആകയാൽ ദൈവപുത്രനായ യേശു, അപ്പോൾ ദൈവപുത്രനാണെന്ന് പറഞ്ഞാൽ വേദപുസ്തകം സാക്ഷീകരിക്കുന്ന ഒന്നാണ്. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസ സംഹിതകൾ, നാം വിശ്വസിക്കുന്നത് നമ്മൾ മുറുകെ പിടിക്കണം. കാരണം അത് വിട്ടുപോകാൻ സാധ്യതയുള്ള ഒരു ലോകത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് പിന്നെയും പരിശുദ്ധാത്മാവ് ലേഖകനൂടെ നമ്മൾ ഓർപ്പിക്കുകയാണ്, നമ്മുടെ സ്വീകാരം, നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ സ്വീകാരം നാം മുറുകെ പിടിക്കണം, പരിശോധിക്കണം, മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവിൽ അത് വിശ്വാസമായി തീർക്കുകയും അത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ മാറ്റിമറിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെ 14-ാം വാക്യം അപ്രകാരമാണ്. 15-ാം വാക്യം, നമുക്ക് ഉള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. പാപമൊഴികെ കർത്താവ് യേശു ക്രിസ്തുവും ഞാനും നിങ്ങളും തമ്മിലുള്ള ഏക വ്യത്യാസം, അവൻ പാപരഹിതനായിട്ട് ജനിച്ചവനാണ്, പരിശുദ്ധാത്മാവിൽ ജനിച്ചവനാണ്, പാപം ചെയ്തില്ല എന്നുള്ളത്. പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചു എങ്കിലും പാപം ചെയ്തില്ല. അതുകൊണ്ട് അവനെ നമുക്ക് പകരക്കാരനായിട്ട് നമുക്ക് വേണ്ടി തന്നെ യാഗം കഴിക്കാൻ തക്കവണ്ണം അവൻ യോഗ്യനായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവം അത് സ്വീകാര്യമായി സ്വീകരിച്ചു. അതുകൊണ്ട് അവനെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇതാണ് നമ്മുടെ ക്രിസ്തീയ വിശ്വാസം. തുടർന്ന് 5-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യേശു ക്രിസ്തു ആരാണ്, ഇവരിലാണ് നാം വിശ്വസിക്കേണ്ടത്. 5-ാം അധ്യായത്തിൻ്റെ എബ്രായയിലെ 5-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യം, നിത്യരക്ഷയുടെ കാരണഭൂതൻ, നിത്യരക്ഷയുടെ കാരണഭൂതനാണ്. ഇങ്ങനൊരു വ്യക്തി വേറെ ആരുണ്ട്? അന്ത്യോക്യയിൽ നിന്ന് റോമിൽ നിന്നെല്ലാം നമുക്ക് ഈ ഒരു രക്ഷ ലഭിക്കുമോ? കാശ് കൊടുത്താൽ ലഭിക്കുമോ? ദാനങ്ങൾ, ധർമ്മങ്ങൾ, കുദാശകളൊക്കെ ചെയ്തുകൊണ്ട് ഈ നിത്യരക്ഷകനെ ലഭിക്കുമോ? അല്ലെങ്കിൽ നാം യേശുക്രിസ്തുവിലേക്ക് തിരിയേണ്ടത് ആവശ്യമാണ്. യേശുവിനെ അറിയാൻ നമ്മൾ തിരുവചനത്തിലേക്ക് തിരിയേണ്ടത് ആവശ്യമാണ്. തിരുവചനം ദൈവവചനമാണെന്നുള്ള വിശ്വാസം നമുക്ക് ആവശ്യമാണ്. അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പുത്രൻ എങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചിരിക്കുന്നു. മനുഷ്യരിൽ നിന്ന് ഉള്ള മഹാപുരോഹിതൻ, പക്ഷേ ഒരു ക്രമം, അത് ദൈവീയ ക്രമമാണ്. അത് മൽക്കീസേദിൻ്റെ ക്രമപ്രകാരമാണ്. അഹ്റോൻ്റെ അല്ല, ലേവിയുടെ അല്ല, വേറെ ഒരു ക്രമപ്രകാരം അല്ല എന്നുള്ളത് ഓർത്തിരിക്കാം. ഇന്ന് പല നാമധേയ ക്രൈസ്തവരും അവരുടെ വസ്ത്രധാരണവും അവരുടെ താടിയും അവരുടെ ക്രമങ്ങളൊക്കെ ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും അത് ലേവിയ, അഹ്റോൻ ആ പാരമ്പര്യം തുടരുന്നവരാണ്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം മഹാപൗരോഹിതനാണ്. ആ പൗരോഹിത്യമാണ് നമുക്കുള്ളത്. ഇത് പഠിച്ചിരിക്കേണ്ട വിഷയമാണ്, പരമപ്രധാനമായിട്ടുള്ള ഒരു വിഷയം കൂടി ആണ്. തുടർന്ന് യേശു ക്രിസ്തു മഹാപുരോഹിതനാണ്. അവൻ ദൈവവും ദൈവപുത്രനും മാത്രമല്ല, അവൻ പാപമില്ലാത്തവനായി ജനിച്ചവൻ മാത്രമല്ല, കഷ്ടങ്ങളിലൂടെയും പ്രലോഭനങ്ങളിലൂടെയും പരീക്ഷയിൽ കടന്നു പോയിട്ടും പാപം ചെയ്യാത്തവനാണ്. എങ്കിലും അവൻ മഹാപുരോഹിതനാണ് എന്നുള്ളത് ഓർത്തിരിക്കേണ്ടത്. യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെ സംബന്ധിച്ച് എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ച ഭാഗമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യരുടെ ഇടയിൽ നിന്ന് ആണ് ദൈവീക കാര്യങ്ങൾക്ക് വേണ്ടി പുരോഹിതനെ തിരഞ്ഞെടുക്കുന്നത്. അപ്രകാരം യേശു ക്രിസ്തുവും മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം പുരോഹിതനാണ്. ലേവിയല്ല, അഹ്റോനല്ല, വേറെ പലതരത്തിലുള്ള ജാതീയമായിട്ടുള്ള
പൗരോഹിത്യത്തെക്കുറിച്ചെല്ലാം വേദപുസ്തകം പറയുന്നുണ്ട്. അതൊന്നും അല്ല യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം. നമുക്കറിയാം, യേശുക്രിസ്തു ജൂദാഗ്രഹത്തിലാണ് ജനിച്ചത്. യൂതയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്നത് അധികാരവും വാഴാനുള്ള വംശവടിയുമാണ് കൊടുത്തിരിക്കുന്നത്, സെപ്റ്റർ. എന്നാൽ ലേവി കുടുംബത്തിനാണ്, അഹ്റോൻ്റെ കുടുംബത്തിനാണ്. അത് ലീവിയുടെ മക്കളാണ് കോഹൈത്ത്. അവൻ്റെ മക്കളാണ് അഹ്റോനും മോശയും മറിയാമും. 3 നമുക്കറിയാവുന്ന കഥകളാണതെല്ലാം, ശരിയായിട്ടുള്ള വസ്തുതകളാണ്. അതിൻ്റെ അഹ്റോൻ്റെ ആണ് ദൈവം ഈ പൗരോഹിത്യം കൊടുത്തത്, അവൻ്റെ ലേവി കുടുംബത്തിന്. ഇതല്ല നമ്മുടെ കർത്താവിൻ്റെ പൗരോഹിത്യം. എൻ്റെ പൗരോഹിത്യം അതല്ല എന്നുള്ളതും ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ എബ്രായ ലേഖനത്തിൽ നാം വായിച്ചതുപോലെ യേശുക്രിസ്തുവിന് പൗരോഹിത്യമുണ്ട്. എബ്രായ ലേഖനം 6:19 തിരുശീലത്തെ അകത്തേ കടന്ന പൗരോഹിത്യമാണ്. പണ്ടത്തെ അഹ്റോൻ്റെയും ലേവിയുടെയും പൗരോഹിത്യ പ്രകാരം അവർക്ക് മഹാപുരുന് വർഷത്തിലൊരിക്കൽ മാത്രം, അതും രക്തത്തോടു കൂടി തിരുശീലയ്ക്ക് അപ്പുറം അതിവിശുദ്ധയിലേക്ക് കടക്കാം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം അവൻ ആ തിരുശീലയ്ക്ക് അപ്പം ദൈവസന്നിധിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അത് 6-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ, അത് നിശ്ചയവും സ്ഥിരവും തിരുശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അവിടേക്ക് യേശു മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും മഹോപുരോഹിതനായി മുൻകൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. ഇത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കേണ്ടത്. പൗരോഹിത്യം മാറിയിരിക്കുകയാണ്, അഹ്റോൻ്റെയോ ലേവിയുടെയോ അല്ല. ഇത് മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം ഉള്ള ഒരു പൗരോഹിത്യമാണ്. ഇത് നമ്മുടെ ജീവിതത്തിലെ വാസ്തവമായിട്ടുള്ളൊരു മാനസാന്തരത്തിലേക്ക് നയിക്കണം എന്നുള്ളതും ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ നമ്മൾ തുടർന്ന് എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 26-ഉം 28 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾ വായിച്ച് കേൾപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ബൈബിൾ കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ 10-12 വർഷം കൊണ്ട് പഠിക്കുന്ന വിഷയങ്ങളാണിതെല്ലാം. 12 years. എന്നാൽ മാത്രമേ എന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പോൾ ഇതെല്ലാ തിയോളജിക്കൽ സെമിനാറിലേക്ക് പോയി കഴിഞ്ഞാൽ 4 വർഷം ഹീബ്രു പഠിക്കണം, 4 വർഷം യവന ഭാഷ പഠിക്കണം, 4 വർഷം സിസ്റ്റമാറ്റിക് തിയോളജി പഠിക്കണം, ദൈവശാസ്ത്രങ്ങൾ പഠിക്കണം. എന്നാൽ മാത്രമേ അവിടെ നിന്ന് ഗ്രാജുവേഷൻ കിട്ടത്തുള്ളൂ. 12 വർഷത്തെ പഠനം. ഇപ്പോൾ അതൊക്കെ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം സൗകര്യാർത്ഥം ഇന്ന് പാസ്റ്റർമാരെയും ഒക്കെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. മീശ മുളയ്ക്കാത്ത പയ്യന്മാരാണ് ഇന്ന് ഈ പെന്തക്കോസ്ത് സഭകളിലെല്ലാം പാസ്റ്റർമാർ. വളരെ ദയനീയമായൊരവസ്ഥയാണ്. അങ്ങനെ 7-ാം അധ്യായത്തിൻ്റെ 26, 27, 28 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയുള്ള മഹോപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേറിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ. ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായി പിന്നെ ജനത്തിൻ്റെ പാപങ്ങൾക്കായി ദിനം പ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ. എന്നിട്ട് ഇവിടെ എഴുതിയിരിക്കുകയാണ് ആവശ്യമില്ലാത്തവൻ തന്നെ. പുരോഹിതന്മാർ ഇപ്പം നമ്മുടെ കുർബാനയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ അച്ഛന്മാർ ആദ്യം പറയുന്നത് എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ പിഴ, ഇല്ലയോ? യേശുക്രിസ്തു അതിന് ആവശ്യമില്ലായിരുന്നു. അങ്ങനെ ഒരു മഹാപുരോഹിതനാണ് നമുക്കുള്ളത്. എന്നാൽ നമ്മൾ ഇന്നും ആശ്രയിക്കുന്നത് ഈ പട്ടത്ത സഭകളിലാണ്. അതുകൊണ്ട് അത് അവൻ തന്നെ താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ എന്ന് പറഞ്ഞ് 27-ാം വാക്യം ഞാൻ ഒന്നുകൂടി വായിക്കാൻ ആഗ്രഹിക്കും. മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിൻ്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. അതാണ് കർത്താവ് യേശു ക്രിസ്തു എന്ന് പറയാണ്. അത് അവൻ തന്നെ താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ. ഇന്ന് പല പള്ളികളിലും നടക്കുന്നത് പിന്നെയും അർപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതെന്ത് മറിമായമാണത്?
28-ാം വാക്യം, ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു. ന്യായപ്രമാണത്തിന് മുമ്പുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെക്കുറിച്ചും അതുവഴി നമ്മുടെ പൗരോഹിത്യം, അതിൽ വിശ്വസിക്കുന്നവരുടെ പൗരോഹിത്യം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സമയലാഭം ഉണ്ടാവും. ഒരുപാട് വഞ്ചനയിൽ നമുക്ക് രക്ഷിക്കപ്പെടാൻ സാധിക്കും. പട്ടത്വ സഭകൾ അത് തീർച്ചയായിട്ടും അത് ദൈവികമല്ല, തിരുവചനപ്രകാരമല്ല എന്ന് ശക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ യേശുക്രിസ്തു മൽക്കീസദേക്കിൻ പ്രകാരം എന്നേക്കും പുരോഹിതൻ, പാപപരിഹാരം നടത്തി സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയാണെന്ന്. ജീവനുള്ളവരുടെ മധ്യത്തിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്ന നമ്മുടെ രക്ഷകനാണ് കർത്താവ് യേശുക്രിസ്തു. വിശ്വസിക്കുന്നവർ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിന് ഓഹരിക്കാരാണ്, പങ്കാളികളാകുന്നു. ആയതിനാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് വ്യക്തിപരമായ പൗരോഹിത്യമുണ്ട്. ഞാനതിൽ അഭിമാനിക്കാൻ എനിക്ക് പൗരോഹിത്യമുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ ശുശ്രൂഷകൾ ചെയ്യാൻ പറ്റുന്നത്. ഇതറിയില്ലായിരുന്നെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല. ഒരു കാലത്ത് വേദപുസ്തകം വായിക്കുന്നത് തന്നെ നിരോധിക്കപ്പെട്ട കാലഘട്ടമായിരുന്നു. വേദപുസ്തകം വീട്ടിൽ കണ്ടാൽ അവരെ മഹ്റൂം ചെയ്യും. അങ്ങനത്തെ കാലഘട്ടമായിരുന്നു. എന്നാൽ ദൈവകൃപയാൽ ഇന്ന് നമുക്ക് ഇത് സുലഭമായിട്ട്, അതിൻ്റെ പരിഭാഷകൾ നമുക്ക് സുലഭമായിട്ട് ലഭിക്കാവുന്ന ഒരു കാര്യം. ഈ പരിഭാഷയെങ്കിലും നാം ഒരെണ്ണം വാങ്ങിച്ച് കാശ് കൊടുത്ത് വാങ്ങി, വില കൊടുത്ത് വാങ്ങി, അതിലെ നിത്യജീവനെക്കുറിച്ചുള്ള സന്ദേശം, നിത്യജീവൻ നൽകുന്ന കർത്താവ് യേശുക്രിസ്തുവിനെക്കുറിച്ച് നാം വായിച്ച് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ആയതിനാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് വ്യക്തിപരമായ പൗരോഹിത്യമുണ്ട്. അതുകൊണ്ട് വ്യക്തിപരമായ ദൈവത്തിലേക്ക് കടന്ന് ചെല്ലാം, ആരാധിക്കാം, സ്തുതിക്കാം, പ്രാർത്ഥിക്കാം. മനുഷ്യനിർമ്മിതമായ പട്ടത്വം അപകടകരമാകുന്നു. യേശുക്രിസ്തു ശരിയായി മനസ്സിലാക്കി, യേശു ആയിരിക്കുന്നത് പോലെ മനസ്സിലാക്കി, യേശുക്രിസ്തുവിനെ വിശ്വസിച്ചുള്ള പുരോഹിതന്മാരായി ജീവിക്കാൻ ദൈവം ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. സ്നേഹവാനായ സ്വർഗീയ പിതാവേ, അവിടത്തേക്ക് വീണ്ടും നന്ദിയും സ്തുതിയും മഹത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു. അത് വചനത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു, പുത്രനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു, പുത്രനോട് ഓഹരിക്കാരാകാൻ തക്കണം ഞങ്ങളെ വിളിച്ച സ്വർഗീയ വിളിക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ഇപ്പോൾ കർത്താവേ, നിൻ്റെ കൃപയിൽ ഞങ്ങളെ പൊതിയണമേ, സമാധാനത്തിൽ ഞങ്ങളെ പറഞ്ഞയക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം.